നമ്മുടെ സർക്കിട്ട് എന്ന ചിത്രം കാണാൻ ഞാൻ പോയപ്പോഴേ ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കി കണ്ട ഒരു ചിത്രമാണ്. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളായ കിഷ്കിന്ധകാണ്ഡം, അതുപോലെ രേഖാചിത്രം, ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിത്രമാണ്. ആസിഫ് അലിയുടെ കരിയർ തന്നെ ഒരു മാറ്റിമറിച്ച ചിത്രങ്ങളാണ് കുറച്ച് നാളായിട്ടുണ്ടാകുന്നത്. പണ്ടത്തെ ആസിഫ് അലി എവിടെ നിൽക്കുന്നു, ഇപ്പോഴത്തെ ആസിഫ് അലി എവിടെ നിൽക്കുന്നു. അഭിനയം കൊണ്ടും കളക്ഷൻ കൊണ്ടുമൊക്കെ ആസിഫ് അലി നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം വളരെ പ്രതീക്ഷയോടെ നോക്കി കണ്ട ഒരു ചിത്രം തന്നെയാണ് സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം. സർക്കിട്ട് എന്ന ചിത്രം മറ്റുള്ള ചിത്രങ്ങൾ കിഷ്കിന്ധകാണ്ഡം അതുപോലെ രേഖാചിത്രമൊക്കെ ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു കഥയായിരുന്നു പറഞ്ഞു പോകുന്നത്. ഇത് ത്രില്ലറൊന്നുമല്ല, ഒരു ഫീൽ ഗുഡ് മൂവി ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതൊരു പക്ഷേ ഇത്രയും വിശാലമായി പറഞ്ഞു തീർക്കാൻ ഒരു സംവിധായകൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ വളരെ അപാരം തന്നെ. ഈ താമർ എന്ന് പറയുന്ന സംവിധായകൻ 1001 നുണകൾ എന്ന് പറയുന്ന ഒരു ചിത്രം സംവിധാനം ചെയ്ത് വലിയ അവാർഡുകളൊക്കെ നേടി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ല, അതാണ് ഏറ്റവും വലിയൊരു സത്യം. ഈ 1001 നുണകളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ താമറിനെ പറ്റി എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അവാർഡുകളൊക്കെ നേടിയ ചിത്രമാണ്, പ്രേക്ഷക പ്രശംസയൊക്കെ നേടിയ ചിത്രമാണ് എന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രമാകുമ്പോൾ അതിനൊരു മിനിമം ഗ്യാരണ്ടി ഞാൻ പ്രതീക്ഷിച്ചു. അത് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് രചന. ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയൊരു കഥയൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ചെറിയ കഥ. അത് പറഞ്ഞു തീർത്തപ്പോഴുണ്ടല്ലോ നമ്മളെ അല്പം പോലും ബോറടിപ്പിക്കാതെ ആ കഥ പറഞ്ഞു തീർന്നെന്നുള്ളതാണ്. വളരെ രസകരമായി എനിക്ക് തോന്നുന്നു. നമ്മൾ സമാധാനത്തോടെ ഒരു ചിത്രം പോയി കാണണമെങ്കിൽ അടിയിടിയും അങ്ങനെ ടെൻഷനൊന്നും അടിക്കാതെ ഒരു ചിത്രം പോയി കാണണമെങ്കിൽ ഇത് പോയി കാണുക എന്നുള്ളതാണ്. ഒരു മനോഹരമായ കൊച്ചു ചിത്രം. ഒരു മനുഷ്യൻ്റെ വേദനയും നിസ്സാവസ്ഥയൊക്കെ ഇത് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ സംവിധായകനും തിരക്കഥാകൃത്തുമായ താമറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വാശിയും ദേഷ്യവും ഒക്കെ ഉള്ളൊരു കുട്ടി. ആ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും രണ്ട് തല്ല് കൊടുത്താൽ ശരിയാവുന്ന കേസാണെന്ന് ആദ്യമേ തോന്നിയെങ്കിലും പിന്നെ അതിനോട് നമുക്കൊരിഷ്ടം തോന്നുകയാണ്. അതിൻ്റെ വേദനയും നമ്മൾ പങ്കെടുക്കുകയാണ്. അതെന്താണ് അങ്ങനായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഒരു രോഗാവസ്ഥയാണ് ആ കുട്ടിക്ക്. ഓർഹാൻ എന്ന് പറയുന്ന കുട്ടി വളരെ മനോഹരമായി ആ കഥാപാത്രം കൈകാര്യം ചെയ്തിട്ട് 7 വയസ്സുകാരൻ്റെ ആ കഥാപാത്രം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദീപക്കും ദിവ്യപ്രഭയും ഇവരുടെ ഒന്നും പേരെനിക്കറിയില്ല. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഇതെല്ലാം നോക്കി എഴുതിയൊരു പേപ്പറിനകത്ത് എഴുതിയെടുത്തു. കാരണം പരിചിതമായ മുഖങ്ങളൊന്നുമല്ല എന്നെ സംബന്ധിച്ച് വരുന്നു. അപ്പോൾ ആസിഫ് അലി എന്ന് പറയുന്ന നായകനെ മാത്രമായിരുന്നു എനിക്ക് വലിയ പരിചയമായിട്ട് എനിക്കത് തോന്നിയത്. ബാക്കി ആരെയും തന്നെ നമുക്കത് പരിചിതമായ. അതുപോലെ ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണെന്ന് ഞാൻ നോക്കുകയായിരുന്നു. കാരണം ഇതിന് ഡയലോഗുകൾ വളരെ കുറവാണ്. അപ്പം ഡയലോഗുകൾ വളരെ കുറവായ ചിത്രത്തിലെ സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പം ഞാനത് നോക്കിയപ്പോൾ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്. അപ്പം റിവ്യൂ ചെയ്യുന്നവർ ഇതൊക്കെ പഠിക്കണമെന്ന് എനിക്കറിയില്ല. ഗോവിന്ദ് വസന്ത ഇതിൻ്റെ മ്യൂസിക്, അദ്ദേഹത്തിൻ്റെ വേറെ ഏതെങ്കിലും പടമുണ്ടോ എന്നുള്ളത് നോക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയൊന്നുമില്ല. പിന്നെ അയ്യാഫിൻ്റെ ക്യാമറ വർക്ക്, ഇതൊക്കെ ഈ ചിത്രത്തെ വളരെ മനോഹരമാക്കാൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ സംഗീത് പ്രതാപിൻ്റെ എഡിറ്റിങ്, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതാണ്. അവാർഡ് കിട്ടിയ സംഗീത് പ്രതാപ് എന്ന് പറയുന്ന എഡിറ്ററുടെ കഴിവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ എഡിറ്റിങ്ങിന് ഭയങ്കര ഒരു കഴിവ് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ടെല്ലാം മികച്ചൊരു ചിത്രമായിട്ട് ഈ ചിത്രം മാറുന്നുണ്ട്. ആസിഫ് അലിയുടെ കഥാപാത്രം ഞാൻ പറഞ്ഞില്ലേ, വളരെ മനോഹരമായി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
എൻ്റെ കഥ വളരെ സിമ്പിളൊരു കഥയാണ്. പ്രവാസ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ള കുട്ടികളൊക്കെ ഉള്ളവർ അവരഭിനയിക്കുന്ന അവസ്ഥ പറഞ്ഞാൽ തീരാത്തതാണ്. ഇപ്പം പ്രവാസികൾ എന്ന് കേട്ട് കഴിയുമ്പം നാട്ടിലുള്ളവർ അവൻ രക്ഷപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്നും ഒരു പക്ഷേ നാട്ടിൽ നിൽക്കുന്ന നമുക്കൊന്നും ഒരു പക്ഷേ മനസ്സിലായില്ലെന്ന് വരും. ചില സിനിമകളൊക്കെ കാണുമ്പോൾ പലരെയും നമ്മൾ ഓർക്കും. നാട്ടിലൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ജോളിയൊക്കെ അടിച്ച് അവർ നാട്ടിൽ നിന്നൊക്കെ പോയി ആ ബാക്കിയുള്ള ദിവസങ്ങൾ മൊത്തം ഈ ഓർമ്മകളുമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നതല്ലേ. പക്ഷേ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ള ദീപക്കും സ്റ്റെഫിയും അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. പക്ഷേ രോഗാവസ്ഥയുള്ള മകനെ എന്ത് ചെയ്യും? പക്ഷെ രണ്ടുപേർക്കും ജോലിക്ക് പോയേ പറ്റൂ കുടുംബം പുലർത്താൻ വേണ്ടി. അപ്പം അവിടെ റൂം പലപ്പോഴും പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. അവിടേക്കാണ് അമീർ എന്ന് പറയുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം വരുന്നത്. ആ കുട്ടിയും അമീറും തമ്മിലുള്ള ഒരു ബന്ധം, ആ കണക്റ്റ് വളരെ മനോഹരമായിട്ട് ആ ചിത്രം പറയുന്നു എന്നുള്ളതാണ്. ആസിഫ് അലിയുടെ ചില രംഗങ്ങളൊക്കെ നമ്മളെ അതിശയിപ്പിക്കുമാറ് പഴയ ആസിഫ് അലി തന്നെയാണോ ഇതൊന്നും നമ്മളെ ഞെട്ടിപ്പിക്കും പലപ്പോഴും. രേഖാചിത്രത്തിലും കിഷ്കിന്ധാടത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പഴയ ആസിഫ് അലി അല്ല ഇത്. ഇതൊരു പുതിയ ആസിഫ്. ആ വേദനയും ആ നിസ്സഹാവസ്ഥയും എല്ലാം നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹരം. എനിക്കിതൊന്നും റിവ്യൂ പറയുമ്പോഴും നമുക്ക് മറ്റുള്ള ചിത്രങ്ങൾ റിവ്യൂ പറയുന്ന പോലെ പറഞ്ഞങ്ങ് തീർക്കാൻ പറ്റത്തില്ല. കാരണം ഇത് എന്താ പറയുന്നത്, ഒരു പ്രത്യേക മൂഡിൽ നമ്മളെ കൊണ്ടെത്തിയിരിക്കുന്നുണ്ട് ഈ ചിത്രം. അത് ഞാൻ ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ രാവിലെ തന്നെ കണ്ടതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഇടണമെന്ന് എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് റിവ്യൂ ഇടുമ്പോൾ പലരും സിനിമ കണ്ടിട്ട് ഉടൻ തന്നെ കാറിലൊക്കെ ഇരുന്ന് റിവ്യൂ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിന്ന് എത്രയും പെട്ടെന്ന് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കൂടത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇനിയും റിവ്യൂ ഇടണോ, എല്ലാവരും ഇട്ട് കഴിഞ്ഞ് ഇനി ഞാൻ ഇടണോ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 5 പേര് കണ്ടാൽ മതി. ഒരു 10 പേരെങ്കിലും കാണുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അവരാരെങ്കിലും കാണുകയാണെങ്കിൽ നല്ലത് എന്ന് വിചാരിച്ചാണ് നമ്മൾ റിവ്യൂ ഇടുക. അല്ലാതെ റീച്ചിന് വേണ്ടിയും ഒന്നുമല്ല. ഈ ചിത്രത്തെപ്പറ്റി നമ്മൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊരു വളരെ നമ്മൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഈ ചിത്രത്തെപ്പറ്റി പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പം താമർ എന്ന് പറയുന്ന സംവിധായകനിൽ നമുക്കിതിലും വലുതൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം നമ്മളെ ഞെട്ടിപ്പിക്കും ഇനിയുള്ള ചിത്രങ്ങളിലൂടെ. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഇത്. അദ്ദേഹത്തിൻ്റെ 1001 നുണകൾ നിശ്ചയമായിട്ടും ഞാൻ കാണും. വളരെ വൈകിപ്പോയെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ആസിഫ് അലിയും അതുപോലെ എല്ലാ കഥാപാത്രവും എല്ലാ വ്യക്തികളും നമ്മളെ ഇതിന് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് തോന്നിയൊന്നുമില്ല. അപ്പോൾ ഓർഹാൻ എന്ന് പറയുന്ന ആ കുട്ടി വളരെയധികം ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാ കഥാപാത്രങ്ങളും നന്നായി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആരെയും നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ഇനി ഏതെങ്കിലും കുറ്റം ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രം പോയി കാണുക. എൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ ഇഷ്ടമല്ലേ. എനിക്കൊരിഷ്ടം, നിങ്ങൾക്കൊരിഷ്ടം. പോയി കാണുക. നല്ല ചിത്രങ്ങൾ വിജയിക്കട്ടെ. അപ്പം എല്ലാവർക്കും ശുഭരാത്രി. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.